നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1200 ആണ്ട് മകരമാസം ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള 30 ദിവസത്തെ 27 നക്ഷത്രക്കാരുടെയും രാശിഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവർ പ്രാർത്ഥിക്കേണ്ട ദേവതകൾ ഏതെല്ലാം എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ മകരസംക്രമം എന്ന് പറയുമ്പോൾ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തെയാണ് നമ്മൾ മകരസംക്രമം എന്ന് പറയുന്നത്. 2025 ജനുവരി 14 ചൊവ്വാഴ്ച പകൽ 8:57 അതായത് 57 മിനിറ്റും കഴിഞ്ഞിട്ട് ഒരു 7 സെക്കൻഡും കൂടി കഴിയുന്ന സമയത്ത്, അതായത് മകരം 1 ചൊവ്വാഴ്ച ഉദിച്ച് 5 നാഴിക 16 വിനാഴികയ്ക്കാണ് പുണർദം നക്ഷത്രത്തിൽ, അതായത് പുണർദം നക്ഷത്രത്തിന്റെ അവസാന പാദമായ കർക്കിടകക്കൂറിൽ, അതായത് ചന്ദ്രൻ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോഴാണ് ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നത്. അപ്പം ഈ ദിവസത്തിൽ ഇനി മകരമാസത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി എന്തെല്ലാമെന്നാണ്. ചന്ദ്രൻ കർക്കിടകം രാശിയിൽ തുടങ്ങി അവസാനിക്കുന്നത് കർക്കിടകം രാശിയിൽ തന്നെയാണ്. അതായത് പുണർദത്തിൽ തുടങ്ങിയിട്ട് ഒരു വട്ടം സഞ്ചരിച്ച് പൂർത്തീകരിക്കുന്നത് ആയില്യം നക്ഷത്രത്തിലാണ്. ആയില്യം നക്ഷത്രവും കർക്കിടകം രാശി തന്നെയാണ്. പിന്നെ മകരത്തിൽ പ്രധാനമായ മാറ്റങ്ങൾ വരുന്നത്, ചൊവ്വ ഒരു വക്രഗതിയിൽ മകരം 8 ചൊവ്വ കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വക്രത്തിലേക്ക് പോകുന്നു. അതായത് കർക്കിടകൻ രാശി, അതായത് ചൊവ്വയുടെ നീചരാശിയായ കർക്കിടകത്തിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക്, മിഥുനൻ രാശിയും ചൊവ്വയുടെ ശത്രുക്ഷേത്രം തന്നെയാണ്, എന്നിരുന്നാൽ പോലും നീചത്തിൽ നിന്നും വക്രത്തിലേക്ക് പോകുന്നു. അത് ഏകദേശം മീനമാസം 20 വരെ ഉണ്ട്. അപ്പൊ അങ്ങനെ മകരം 8 മുതൽ ചൊവ്വയ്ക്കൊരു രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനും ഒരു മാറ്റം വരുന്നുണ്ട്. മകരം 11 മുതൽ മകരം 29 വരെ ബുധൻ മകരൻ രാശിയിലും കുംഭൻ രാശിയിലുമായിട്ട് മാറ്റം വരുന്നു. ശുക്രനും ഇതുപോലെ മകരം 15 മുതൽ ഒരു രാശിമാറ്റം സംഭവിക്കുന്നതാണ്. മീനൻ രാശിയിലേക്ക് ശുക്രനും ഒരു രാശിമാറ്റം സംഭവിക്കുന്നതാണ്. അപ്പം ചൊവ്വയ്ക്കും ബുധനും ശുക്രനും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും അതാത് സ്ഥാനങ്ങളിൽ തന്നെയാണ്. വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശിയിൽ തന്നെയാണ്. അതുപോലെ ശുക്രന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് ശനി കുംഭൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. രാഹുവും കേതുവും, രാഹു മീനത്തിലും കേതു കന്നിയിലുമായിട്ട് തുടരുന്നു. ഇനി നമുക്ക് 27 നക്ഷത്രക്കാരുടെ, അതായത് 12 രാശിക്കാരുടെയും ഗുണഫലങ്ങൾ, അല്ലെങ്കിൽ ഈ നക്ഷത്ര ഫലങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രാശി ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാർക്ക് വിചാരിക്കാത്ത സമയത്ത് അധികാരത്തിൽ നിന്നൊഴിയേണ്ടതായി വന്നേക്കാം. മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന സംഭവങ്ങളും ഉണ്ടായേക്കാം. വാർത്താമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. വസ്തുവകകളുടെ ക്രയവിക്രയം ഈ മകരമാസത്തിൽ നടന്നേക്കാം. സന്ദർഭമനുസരിച്ച് പെരുമാറുന്നത് മൂലം പുരോഗതിയും ഉണ്ടാവും. തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. ശത്രുശല്യങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുവാനിടയുണ്ട്.
ആഡംബര വസ്തുക്കൾ കൈകളിൽ വന്നു ചേരും. ബിസിനസ്സിൽ അല്പസ്വല്പം കഷ്ടതകൾ വന്നു ചേരാനുള്ള യോഗവും കാണുന്നു. രോഗികൾക്ക് രോഗത്തിൽ നിന്നും അല്പം മോചനം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരുവാനുള്ള അവസരം ഉണ്ടാകും. സർവകാര്യങ്ങളിലും തുടക്കത്തിൽ അല്പം തടസ്സമുണ്ടാകുമെങ്കിലും പിന്നീടത് ശരിയായി ഭവിക്കുകയും ദേഹാരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും അത്യാവശ്യമാണ്. ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണ്. വാണിജ്യ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അല്പം സമയം മോശമായതുകൊണ്ട് അല്പം ധനനഷ്ടം വരാം. അപവാദങ്ങളും ധനനഷ്ടവും ഒരുപോലെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ മനസ്സിന് സന്തോഷം ലഭിക്കും. രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയുടെ വിശേഷ ദിവസം, അതായത് തൈപ്പൂയം വരുന്നത് മകരമാദ്യത്തിലും തൈപ്പൂയം വരുന്നുണ്ട്. അതായത് മകരം 2-ാം തീയതി തൈപ്പൂയമുണ്ട്. മകരത്തിൻ്റെ അവസാനം 28-ാം തീയതി കഴിയും തൈപ്പൂയമുണ്ട്. അതുകൊണ്ട് പിറന്നാളായതുകൊണ്ട്, ഭഗവാന്റെ വിശേഷ ദിവസമായതുകൊണ്ട് എല്ലാവരും ജനുവരി, അതായത് മകരത്തിലെ അവസാനത്തെ പൂയമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. മകര ചൊവ്വനാളിൽ തന്നെയാണ് മകരം 1-ാം തീയതി വരുന്നത്. പൊതുവെ പറഞ്ഞാൽ ഭദ്രകാളിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസം തന്നെയാണ് മകര ചൊവ്വ. കൊടുങ്ങല്ലൂർ താലപ്പിലി തുടങ്ങുന്നതുമെല്ലാം മകരമാസത്തിൽ, അതിനൊരു തുടക്കം കുറിക്കുന്നതൊക്കെ മകരമാസത്തിലാണ്. ഒരുപാട് നന്മകളുള്ള ഉത്തരായനം തുടങ്ങുന്ന മാസമായതുകൊണ്ട് ഒരുപാട് നന്മകൾ വരുന്ന മാസമായതിനാൽ മേടം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതിനായി ഗണപതി ഭഗവാനെയും ഭദ്രകാളി അമ്മയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുകയും മനസ്സറിഞ്ഞ് നാമജപത്തിൽ മുഴുകുകയും ചെയ്യാം. ദേവീ മഹാത്മ്യം വായിക്കുന്നത് ഒരു ശീലമാക്കൂ. എല്ലാ നന്മകളും അനുഭവയോഗ്യമായി തീരുന്നതാണ്. ഇടവം രാശി. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരവും ചേരുന്ന, മകയിരത്തിൻ്റെ ആദ്യ 2 പാതിയും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗ്രഹത്തിൽ ഏറ്റവും മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥലം മാറ്റവും പ്രമോഷനുമുള്ള യോഗം കാണുന്നു. അന്യ സംസ്ഥാനത്ത് പുതിയ ചില ബിസിനസ്സുകൾ തുടങ്ങുന്ന കാര്യം ആലോചനയിൽ വരും. കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും. ലോണുകൾക്കും മറ്റും അപേക്ഷിച്ചിരുന്നവർക്ക് വിജയസാധ്യത കാണുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്കും വളരെ നല്ല അനുകൂല സമയമാണ്. പുതിയ വീട്ടിൽ ഗൃഹപ്രവേശത്തിനുള്ള യോഗവും കാണുന്നു. ശ്രേയസ്സും യശസ്സും വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. മന്ദഗതിയിലായിരുന്ന ബിസിനസ്സുകൾ അല്പം ശീഘ്രഗതിയിലേക്ക് പോകുന്നതാണ്. കാര്യമില്ലാതെ ഓരോ കാര്യത്തിലും ഇടപെട്ട് മനോവിഷമം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മരംഗം മോടി പിടിപ്പിക്കുന്നതിനായി പണം ചിലവഴിക്കും. സ്വന്തത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിലെ മംഗളകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടതായി വന്നേക്കാം. ഗ്രഹത്തിന് വാസ്തുദോഷം സംഭവിക്കാനിടയുള്ളതിനാൽ പുതിയ ഗ്രഹം നിർമ്മിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ഗ്രഹാന്തരീക്ഷം സുഖകരമായിരിക്കും. ദാനധർമ്മങ്ങൾക്കായി പണം ചിലവഴിക്കുകയും അങ്ങനെ ആത്മീയമായ ഒരു സംതൃപ്തി ലഭിക്കുകയും ചെയ്യും. രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് മൂലവും 30 വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചകളിലെല്ലാം തന്നെ സർവൈശ്വര്യ പൂജ നടത്തുന്നതും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം നിത്യം പാരായണം ചെയ്യുന്നതും മൂലം എല്ലാവിധ കഷ്ടതകളും മാറി സൗഭാഗ്യങ്ങൾ തെളിഞ്ഞു വരും എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. കണ്ടകശനി കാലമായതുകൊണ്ട്
ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമം. ഹനുമാൻ ചാലിസ നിത്യം ജപിക്കുന്നതും വാരാഹി ദേവിക്ക് പൂജകളും പ്രാർത്ഥനകളും ചെയ്യുന്നതും എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും വന്നു ചേരുന്നതിന് സഹായകമാവും. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ച കാര്യം പ്രാവർത്തികമാക്കുന്നതിന് കഠിന പ്രയത്നം ആവശ്യമായി വരും. വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ആവശ്യത്തിലധികം പണം ചിലവഴിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വരവ് കുറയുകയും ചിലവ് അധികരിക്കുന്നതും മൂലം അല്പസ്വല്പം മനപ്രയാസം വന്നു ചേരാം. ചൊവ്വയുടെ രാശിമാറ്റം അനുകൂലമായ ഒരു ഗുണഫലങ്ങൾ നൽകും. കേസുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും. ബിസിനസ് അല്പമൊക്കെ മന്ദഗതിയിലായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് നല്ല ഗുണങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു. പൂയം നാളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നതും കാവടിയെടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. മുരുക എന്നുള്ള നാമജപവും ഈ വരാനുള്ള കഷ്ടതകൾ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കുന്നതിന് സാധിക്കും. ഉന്നതരായ വ്യക്തികളുടെ വിരോധത്തിന് പാത്രമാവും. അതായത് വേണ്ടപ്പെട്ടവരുമായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ടും അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അല്പസ്വല്പം ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ഭൂസ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പിതൃസ്വത്ത് കൈവശം വന്നു ചേരുന്നതിനുള്ള രേഖകളൊക്കെ തയ്യാറാക്കും. പതിവിലും അധികം യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. വാഹനങ്ങൾക്ക് റിപ്പയർ ആവശ്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക. വക്കീൽമാർ, കോൺട്രാക്ടർമാർ ഇവർക്ക് നല്ല സമയമാണ്. സ്ഥാനക്കയറ്റത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. പരീക്ഷയിൽ ഉയർന്ന വിജയമുണ്ടാകുമെങ്കിലും ഹൈഗ്രീവ മന്ത്രം ജപിക്കുന്നത്, ബുധനാഴ്ചകളിൽ വിദ്യാഗോപാല മന്ത്രവും രാജഗോപാല മന്ത്രവും ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. രാശിനാഥനായ ബുധനെ തൃപ്തിപ്പെടുത്തുന്നതിനായി ചെറുപയർ ദാനം ചെയ്യുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്കും ശ്രീകൃഷ്ണസ്വാമിക്കും ഹനുമാൻ സ്വാമിക്കുമൊക്കെ യഥാശക്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥന ചെയ്യുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം മകരമാസം വിശേഷങ്ങളുടെ കാലമാണ്. തൈപ്പൂയം വരുന്നത് ഈ മകരത്തിലായതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവിക്ക് അർച്ചനകൾ നടത്തുന്നതും ചെയ്യുന്നത് മൂലം, ദേവീ മഹാത്മ്യം നിത്യം പാരായണം ചെയ്യുന്നത് മൂലവും, സ്കന്ദഷഷ്ഠി കവചം കേൾക്കുകയോ അത് ചൊല്ലുകയോ ചെയ്യുന്നത് മൂലവും സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി അനുഭവയോഗ്യമാവും. പ്രയത്നിക്കുന്നതിനനുസരിച്ചിട്ട് ഫലം ലഭിക്കാതെ വരുമ്പോൾ ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. അഷ്ടമശനിയുടെ കഷ്ടങ്ങളെല്ലാം മാറുന്നതിന് ഹനുമാൻ ചാലിസ വലിയ ഗുണം ചെയ്യും. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ വരുമ്പോൾ ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരുവാൻ യോഗമുള്ളത് കൊണ്ട് ഭക്ഷണകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് വളരെ നന്നായിരിക്കും. പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വളരെ നല്ല സമയമാണ്. യാത്രയിൽ വിലപ്പെട്ട വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം. പലചരക്ക്, ഹോട്ടൽ എന്നീ വ്യാപാരം നടത്തുന്നവർക്ക് വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്.
മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം തന്നെ ഒരുവിധം തീർന്നു കിട്ടുന്നതാണ്. ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട രേഖകളെല്ലാം പടിപടിയായി കൈവശം വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്ക മാറിക്കിട്ടും. ടാക്സ് സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതിനാൽ എല്ലാ കണക്കുകളും കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ളവർക്ക് സ്വന്തം നിലയിൽ സ്ഥാപനങ്ങൾ തുടങ്ങുവാനുള്ള ലോൺ മറ്റും കിട്ടുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ കർക്കിടകൻ രാശിക്കാർക്ക് മകരമാസം ഒരു ഗുണപരമായ മാസമായി തീരുന്നതാണ്. അവരുടെ രാശിനാഥനായ ദുർഗാദേവിയെ ചന്ദ്രമായ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും തൈപ്പൂയത്തിന് യഥാശക്തി വഴിപാട് കഴിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും മൂലം എല്ലാ ഗുണഫലങ്ങളും അനുഭവയോഗ്യമാകുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി കാലമായതുകൊണ്ട് മകരമാസം ഗുണഫലങ്ങൾ ധാരാളമായി പ്രതീക്ഷിക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ഹനുമാൻ ചാലിസ ജപിക്കുകയും ധർമ്മശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിക്കുകയും ചെയ്യുന്നത് മൂലം, അതുപോലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ, ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നതോടെ ചൊവ്വയുടെ ആനുകൂല്യം ലഭിക്കുകയും ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യും. ഉദ്യോഗത്തിൽ അഡീഷണൽ ആയിട്ടുള്ള പുതിയ ഒരു ചാർജ് കൂടി വന്ന് ചേരും. പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും പ്രത്യേക താല്പര്യം വന്നു ചേരുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടെങ്കിലും ചില സന്ദർഭത്തിൽ മാനസിക വിഷമം വരുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. മേലധികാരികളിൽ നിന്നും ചിലപ്പോൾ മെമ്മോകൾ വരെ ലഭിക്കുവാൻ യോഗം കാണുന്നു. അനാവശ്യ ചിലവുകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പൂർവിക സ്വത്ത് അനുഭവത്തിൽ വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗവും കാണുന്നു. ചിത്രകാരന്മാർ, പെയിന്റർമാർ ഇവർക്ക് അനുകൂല സമയമാണ്. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. പരസ്യങ്ങളിൽ നിന്നും പ്രതീക്ഷയ്ക്കും അപ്പുറം ലാഭങ്ങൾ കിട്ടാവുന്നതാണ്. സാഹിത്യം, കല എന്നീ പ്രവർത്തനങ്ങളിലും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പട്ടാളം, പോലീസ് വിഭാഗത്തിലുള്ളവർക്ക് പ്രമോഷനുള്ള സാധ്യതയും കാണുന്നു. കുടുംബസുഖം അല്പസ്വല്പം കുറഞ്ഞിരിക്കും. ഇണയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനോ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയോ ചെയ്യാം. ഉപേക്ഷ സഹിക്കാത്ത ഇവർ സമയത്തിന് വില കൽപ്പിക്കാത്തതിനാലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നോ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. എല്ലാവരോടും ഒരു മിതമായ അകൽച്ച പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം ഗുണഫലങ്ങൾ വളരെ ഉണ്ടാകും. ബന്ധുക്കളുമായി രമ്യതയിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. അതിനായി ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഹനുമാൻ ചാലിസ നിത്യം ജപിക്കുകയും ധർമ്മശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം തെളിക്കുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിന്റെ അവസാന 3 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യപാദവും വരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുമെങ്കിലും ഗണപതി ഭഗവാന് നാളികേര ഹവനത്തിലൂടെ തടസ്സങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കുവാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ചില പ്രമാണങ്ങളോ രേഖകളോ കൈവശം വന്നു ചേരുന്നതാണ്. ഇന്റർവ്യൂകളിലും പരീക്ഷകളിലുമൊക്കെ വിജയിക്കും. സന്താനങ്ങൾക്ക് അല്പസ്വല്പം ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. ഇപ്പോഴുള്ള ബിസിനസ്സിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടെ വിപുലപ്പെടുത്തുവാനുള്ള സാധ്യതയും കാണുന്നു. അധ്വാനം
പ്രവർത്തിക്കാതെ തന്നെ പരദ്രവ്യം കിട്ടുവാനുള്ള യോഗവും കാണുന്നു. പൂർവിക സ്വത്തും വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾക്കും യോഗം കാണുന്നു. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കുടുംബത്തിൽ കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഉദാസീനത ഒട്ടും കാണിക്കാതെ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി കാര്യങ്ങൾ വളരെ ചിട്ടയോടുകൂടി ചെയ്യുകയും മതസ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിയമസ്ഥാപനങ്ങളുമായി അംഗീകാരത്തിനും പ്രോത്സാഹനത്തിനും ഇടവരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ യോഗം കാണുന്നു. പൊതുവെ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം അല്പം തടസ്സമൊക്കെ അനുഭവപ്പെടുമെങ്കിലും കാര്യങ്ങൾ അനുകൂലമായി വരാനുള്ള യോഗം കാണുന്നു. സുബ്രഹ്മണ്യ സ്വാമിയെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് പോലെ രാശിനാഥയായ മൂകാംബികാ ദേവിയെ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യ 3 പാദവും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളിൽ നിന്നും സഹായങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാകാം. അവനവന്റെ പ്രവൃത്തികൾ തന്നെ പലപ്പോഴും ശത്രുസ്ഥാനത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥത വളരെ കുറഞ്ഞിരിക്കും. വ്യാപാര രംഗത്ത് ലാഭം പ്രതീക്ഷിച്ചിരുന്നത് നഷ്ടത്തിൽ വരുവാനുള്ള യോഗവും കാണുന്നു. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറാനുള്ള യോഗവും കാണുന്നു. ബന്ധുജന സഹായവും ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമെങ്കിലും വേണ്ടത്ര പ്രയോജനം ലഭിക്കുകയില്ല. എന്നാൽ വസ്തുവകകളിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവർക്ക് വളരെ ശ്രദ്ധയോടെ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അല്പസ്വല്പം ലാഭവും പ്രതീക്ഷിക്കാം. വിജയിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തികളെല്ലാം പടിപടിയായി വിജയത്തിൽ എത്തിച്ചേരുന്നതാണ്. രഹസ്യ ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കൾ ശത്രുക്കളായി തീരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ബന്ധങ്ങളുടെ പവിത്രത പരിശോധിക്കണം. എന്നിട്ട് മാത്രം കാര്യങ്ങളിൽ ഇടപെടുവാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് ഒന്ന് നിർത്തിവെക്കുന്നത് വളരെ നന്നായിരിക്കും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുകയും അതുവഴി ബിസിനസ്സിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനും സൗകര്യം ലഭിക്കും. ദൂരദേശത്തുള്ളവരുമായി ബിസിനസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരവും വന്നു ചേരും. ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് തുലാരാശിക്കാർക്കുള്ളത്. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതിൻ്റെ വ്യാഴപ്രീതി വരുത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് സന്താനങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നതും ദേവീ മാഹാത്മ്യത്തിലെ നാരായണി സ്തുതി നിത്യം പാരായണം ചെയ്യുന്നതും വാരാഹി ദേവിയുടെ ഓം വജ്രഘോഷായ നമ എന്ന് നിത്യവും 108 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഒരു വിജയത്തിലേക്ക് എത്തുന്നതിന് അമ്മയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണമായിരിക്കും. വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം തൃപ്തികരമായിരിക്കും. ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യവും പ്രതീക്ഷിക്കാം. യന്ത്രസാമഗ്രികൾ കച്ചവടം ചെയ്യാനുള്ള പാഴ്വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്ത് അല്പസ്വല്പം ധനം വന്നു ചേരുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ യോഗം കാണുന്നു. പുണ്യസ്ഥല സന്ദർശനത്തിനും യോഗം കാണുന്നു. ഏത് പ്രവൃത്തിയിലും തൻ്റെതായ ഒരു കഴിവ് പ്രദർശിപ്പിക്കുവാനുള്ള ഒരവസരം വന്നു ചേരുന്നതാണ്.
സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കുമെങ്കിലും സ്ഥാനമാറ്റം ഒരു അല്പം തലവേദനയായി വന്നേക്കാം. മാതാവിനോ മാതൃകുടുംബത്തിൽ ആർക്കെങ്കിലുമോ ദേഹവിയോഗം സംഭവിക്കുവാനുള്ള യോഗവും കാണുന്നു. അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇടവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടുകച്ചവടത്തിൽ നിന്നും പതുക്കെ പതുക്കെ പിന്മാറുന്നത് നന്നായിരിക്കും. പിതൃസ്വത്ത് വീതം വയ്ക്കലിൽ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം വരാം. പോലീസ്, പട്ടാളം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനും അംഗീകാരവും സ്ഥാനമാറ്റവും വരാം. മതപരമായ ചടങ്ങുകളിൽ പങ്കുകൊള്ളും. ആത്മീയ യാത്രകൾ സംഘടിപ്പിക്കും. സങ്കീർണങ്ങളായ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തുകയും ചെയ്യും. രാശിനാഥയായ ഭദ്രകാളിയെ മകരച്ചൊവ്വ നാളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും ചോറ്റാനിക്കര ഭഗവതി പോലെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗുരുതി പൂജയിൽ പങ്കെടുക്കുകയും അതുപോലെ കൊടുങ്ങല്ലൂർ ഭരണിക്കൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഗുണഫലങ്ങൾ നൽകും. കൊടുങ്ങല്ലൂർ ഉത്സവത്തിനൊക്കെ പങ്കെടുക്കുക, കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടാവും. വരാഹി ദേവി ക്ഷേത്രത്തിൽ പഞ്ചമി നാളിൽ ദർശനം നടത്തി അവിടുത്തെ പഞ്ചമി പൂജ ചെയ്യുന്നതും ഉത്തമം തന്നെ. ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില പദ്ധതികളിലൊക്കെ ചേർന്ന് ധനനഷ്ടം സംഭവിക്കാനുള്ള യോഗം കാണുന്നു. സുഹൃത്ത് ബന്ധത്തിൽ ഉലച്ചിൽ വന്നേക്കാം. ചെറിയ ചെറിയ യാത്രകൾ കൊണ്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കും. മത്സരങ്ങളിലോ മത്സര പരീക്ഷകളിലോ വിജയിക്കും. ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം വന്നു ചേരും. ഏറ്റെടുത്ത ജോലി കൃത്യമായി ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. മനസ്സിന് സ്വസ്ഥതയും സുഖവും നഷ്ടപ്പെടുമെങ്കിലും ചിലപ്പോൾ ഈശ്വരഭജനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപകടങ്ങൾ വരുവാനുള്ള യോഗം കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മെഷീനുകളൊക്കെ ഓൺ ചെയ്യുന്നത് നന്നായിരിക്കും. കടൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും, അതായത് വിദേശ രാജ്യങ്ങളിൽ കപ്പൽ മാർഗേന യാത്ര ചെയ്യുവാനുള്ള യോഗവും കാണുന്നു. സഹകരണ മേഖലയിൽ നിന്നും അല്പം അംഗീകാരമോ സാമ്പത്തിക സഹായമോ ലഭിക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആഗ്രഹിച്ച പദവിയിലേക്ക് ചെന്നെത്തുവാനും സാധിക്കും. വസ്തു സംബന്ധമായ പഴയ കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് മകരമാസം ഇവരെ സംബന്ധിച്ചിടത്തോളം. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടൊപ്പം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ വരാഹി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചമിക്കും അതുപോലെ തന്നെ അമാവാസിക്കും പൗർണമിക്കും ഒക്കെ പൂജ ചെയ്യുന്നതും ദേവീ മഹാത്മ്യം നിത്യം പാരായണം ചെയ്യുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ നിത്യം പ്രാർത്ഥിച്ച് ഭജനകളിലൊക്കെ പങ്കെടുക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഗുരുക്കന്മാരെ ആദരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിന്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യപാദിയും വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർക്ക് സംഘടനാപരമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കും. സുഖഭോഗങ്ങൾക്ക് വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തും. സ്പോർട്സ്മാൻമാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പുതിയ വീട്, വാഹനങ്ങൾ ഇവ അധീനതയിലാവും.
പല കാര്യങ്ങളും വളരെ ആവേശത്തോടെ നിറവേറ്റുന്നതായി കാണാം. വൈവാഹിക ബന്ധത്തിലുണ്ടായ ഉലച്ചിലെല്ലാം മാറി ബന്ധം സുദൃഢമാകും. ബാങ്കിംഗ് ജീവനക്കാർക്ക് അനുകൂല സമയമാണ്. തൊഴിലുകളിൽ നിന്നും കൂടുതൽ വരുമാനമുണ്ടാകും. വീട് പണി പൂർത്തീകരിക്കുന്നതിനുള്ള യോഗവും കാണുന്നു. ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധ പതിക്കും. കളവിനും വഞ്ചനയ്ക്കുമൊന്നും കൂട്ടു നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാഹചര്യങ്ങൾ വഴി ഒരുക്കുമെങ്കിലും തന്ത്രപൂർവം അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിക്കണം. പുതിയ ബിസിനസ് സംരംഭം താൽക്കാലികമായി നിർത്തിവെക്കുന്നതാണ് നല്ലത്. തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടാനുള്ള പ്രവണതയുണ്ടാകും. വരാഹി ദേവിയെ നന്നായി പ്രാർത്ഥിച്ച് എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിച്ചു തരണേ എന്ന് അമ്മയോട് അപേക്ഷിക്കുകയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്താൻ സാധിച്ചാൽ എല്ലാ കഷ്ടങ്ങൾക്കും ഒരു പരിധിവരെ നിയന്ത്രിക്കാനായി സാധിക്കും. മകരച്ചൊവ്വനാളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതിക്കൂട്ട് സമർപ്പിക്കുകയും ഗുരുതി പുഷ്പാഞ്ജലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഭദ്രകാളി സ്തവം നിത്യം ജപിക്കുന്നതും ഒരുപാട് നന്നായിരിക്കും. ഹനുമാൻ സ്വാമിക്ക് വടമാല, വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നത്, കുങ്കുമം ചാർത്തലൊക്കെ ചെയ്യുന്നതോടുകൂടി ആയുരാരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു തീർപ്പ് ഉണ്ടാകും. രോഗാവസ്ഥയിലിരിക്കുന്നവർക്ക് രോഗശാന്തിയും വന്നു ചേരുന്നതാണ്. രാശിനാഥനായ ശനീശ്വര പ്രീതിക്കായി ധർമ്മശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കത്തിക്കുന്നതും ശനീശ്വരന് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യുന്നതും ഗുണഫലങ്ങൾ നൽകും. കുംഭം രാശി. അവിട്ടത്തിന്റെ അവസാന പാതിയും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3 പാദവും ചേരുന്ന 2 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് പോസ്റ്റിംഗ് നടക്കുവാനുള്ള യോഗം കാണുന്നു. അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുകയും എല്ലാ രംഗത്തും സ്വാതന്ത്ര്യവും അന്തസ്സവും നിലനിർത്തുവാനുള്ള യോഗവും കാണുന്നു. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കിന്റെ പാരുഷ്യം കൊണ്ട് കിട്ടിയ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും. ജീവിത നിലവാരത്തിൽ അല്പം ഉയർച്ചയുണ്ടാകും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്നതിനും യോഗം കാണുന്നു. ശത്രുശല്യത്തെ പരാജയപ്പെടുത്തുവാനുള്ള വഴിയും കണ്ടെത്തും. ചില പ്രധാന രേഖകൾ, പ്രമാണങ്ങൾ എന്നിവ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറവി ഒരു ദോഷമായി വരുന്നതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. സംഭാഷണ ചാതുര്യം കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും ആരെയും ആകർഷിക്കാൻ കഴിയുമെങ്കിലും നാവിൽ പിഴവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരയാത്രകളൊക്കെ നിർത്തിവെക്കുന്നത് നല്ലതാണ്. തറവാട് സംബന്ധമായ പ്രശ്നങ്ങളിൽ വ്യക്തിഗത തീരുമാനം അറിയിക്കുവാൻ മടിക്കരുത്. പൂർവിക സ്വത്തിന്റെ കാര്യത്തിലും അല്പം ചർച്ചകളൊക്കെ ആവശ്യമായി വരും. ഏത് തൊഴിലുള്ളവർക്കും ആ രംഗത്ത് വിജയം വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായി അധ്വാനിക്കാത്ത, അതായത് പരദ്രവ്യ യോഗമോ ലോട്ടറി ഭാഗ്യമോ വന്നു ചേരുന്നതാണ്. അതിനായി വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ അപ്രതീക്ഷിത ധനഭാഗ്യത്തിന് വഴിയൊരുക്കും. തിരുപ്പതി ദർശനത്തിനുള്ള യോഗവും കാണുന്നു. ആത്മീയ യാത്രകള് ഗുണഫലങ്ങൾ നൽകും. പൊതുവെ മകരമാസം കുംഭൻ രാശിക്കാർക്ക് ഒരു ഗുണം വന്നു ചേരുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു. മീനം രാശി. പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രിട്ടാതിയും രേവതിയും ചേരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനാഗമ മാർഗങ്ങൾ താൽക്കാലികമായി അടഞ്ഞു പോകുന്നത് പോലെ തോന്നിയേക്കാം. എഗ്രിമെന്റുകൾ പോലും പാസ്സാവാതെ വന്നെന്നും വരാം. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാവും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായും വരാം.
വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥാനമാറ്റമുണ്ടാകും. പുതിയ പുതിയ സംരംഭങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും. മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായെന്നും വരാം. വാഹനങ്ങൾക്ക് റിപ്പയറുകളും ആവശ്യമായി വരാം. എന്നാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങൾ വന്നു ചേരും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം അംഗീകാരവും ദേശീയ ബഹുമതി വരെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. ഇന്റർവ്യൂകളിലും പരീക്ഷകളിലും എല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കാം. താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചിരുന്നവർക്ക് ജോലി സ്ഥിരീകരിക്കാനുള്ള സാധ്യതയും കാണുന്നു. പ്രമേഹ രോഗികൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. ഇണയുടെ സ്വത്ത് രേഖാമൂലം കൈവശം വന്നു ചേരുന്നതാണ്. അന്തരിച്ച വ്യക്തികളുടെ സ്വത്തും, അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. പതിവിന് വിപരീതമായി ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് പെടുകയും മാസം അവസാനമാകുമ്പോഴേക്കും, ഫെബ്രുവരി ആകുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ വന്ന് കുറച്ച് ആശ്വാസവും ഒരു മനസ്സംതൃപ്തിയും വന്നു ചേരും. കുടുംബ അന്തരീക്ഷം വളരെ സന്തോഷകരമായി തീരുന്നതിനും യോഗം കാണുന്നു. പൊതുവെ രാശിനാഥനായ വ്യാഴപ്രീതി വരുത്തുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവിക്ക് നെയ്വിളക്ക് വെള്ളിയാഴ്ചകളിൽ തെളിക്കുകയും ചെയ്യുന്നത് മൂലം സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി തേടിവരും. ആദ്യം അല്പം വിഷമങ്ങൾ വന്നാലും മാസാവസാനമാകുമ്പോഴേക്കും ഏറ്റവും അംഗീകാരങ്ങൾ വന്നു ചേരുകയും ദേശീയ ബഹുമതിയിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്യും. 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും മകരമാസം ഏറ്റവും നല്ല ഒരു മാസമായി തീരട്ടെ. മകരം മാൻ പോലെ ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ വന്ന് എല്ലാ ഗുണഫലങ്ങളും എല്ലാവർക്കും അനുഭവയോഗ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.